പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് വെളിച്ചെണ്ണ വാങ്ങാൻ പോയി. അപ്പോൾ കടക്കാരൻ പറഞ്ഞത് 1 കിലോ വെളിച്ചെണ്ണക്ക് 400 രൂപയാണെന്നാണ്. ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ ഞാൻ 200 ഗ്രാം വെളിച്ചെണ്ണ വാങ്ങി വീട്ടിലേക്ക് പോന്നു. എനിക്ക് മനസ്സിലാകാത്ത ഒറ്റ കാര്യമാണ്, എങ്ങനെയാണ് ഈ വെളിച്ചെണ്ണക്കൊക്കെ ഇത്ര വിലക്കയറ്റം ഉണ്ടാവുന്നത്? നമ്മുടെ നാട്ടിൽ ഒരു സാധനത്തിന് വില കൂടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ സാധനം കിട്ടാതാവണം, ഈ നാട്ടിൽ തന്നെ കിട്ടാതാവണം, അതിന് ക്ഷാമം ഉണ്ടാകണം, അല്ലെങ്കിൽ വല്ല പ്രകൃതി ദുരന്തം വന്നിട്ട് ആ കൃഷിയൊക്കെ നശിച്ചു പോയി ഈ സാധനം ഇല്ലാതാവണം, അതിന് ക്ഷാമം വരണം, എങ്കിൽ മാത്രമേ വില കയറേണ്ടതുള്ളൂ. പക്ഷേ നമ്മൾ കടകളിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ, നമ്മുടെ മാർക്കറ്റിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഇഷ്ടം പോലെ വെളിച്ചെണ്ണ കിൻഡൽ കണക്കിന് വെളിച്ചെണ്ണയാണ് സ്റ്റോർ ചെയ്തേക്കണത്. അതിൻ്റെ വെളിച്ചെണ്ണ ഗോഡൗണിലൊക്കെ നിറയെ വെളിച്ചെണ്ണ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ക്ഷാമമില്ല. പിന്നെ എങ്ങനെ ഇവിടെ ക്ഷാമമുണ്ട്? എങ്ങനെ വിലക്കയറ്റം ഉണ്ടാകുന്നു? ക്ഷാമമില്ലാത്തൊരു സാധനത്തിന് വിലക്കയറ്റം വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാക്കുന്നതല്ലേ ഏതോ നിഗൂഢ ശക്തികൾ. എന്നിട്ട് ഈയിടെ ഒരു രാഷ്ട്രീയ നേതാവ് വന്ന് പറയാണ്, ഞങ്ങൾ വിപണിയിൽ ശക്തമായി ഇടപെടും അത്രേ. എടോ, നിങ്ങൾ ഈ ഇത്രയും കാലം ശക്തമായി വിപണിയിൽ ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു സാധനത്തിന് 10 പൈസ കുറക്കാൻ പറ്റിയിട്ടുണ്ടോ? 10 പൈസ കുറക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് 10 പൈസ വേണ്ട 5 പൈസ കുറക്കാൻ പറ്റിയിട്ടുണ്ടോ? ഡീസലിന് വില കുറക്കാൻ പറ്റിയോ? ഗ്യാസിന് വില കുറക്കാൻ പറ്റിയിട്ടുണ്ടോ? ഗ്യാസിനുണ്ടായിരുന്ന സബ്സിഡിയും ഇല്ലാണ്ടാക്കി ഇല്ലേ? എന്നിട്ട് നിങ്ങൾ വിപണിയിൽ ഇടപെടും അത്രേ. നിങ്ങൾ എന്ത് ഇടപെടലാണോ നടത്തിയത്? നിങ്ങൾ നാട് നന്നാക്കുമെന്നും പറഞ്ഞല്ലേ ഈ അധികാരത്തിൽ കയറിയത്? എല്ലാ സർക്കാരുകളും. ഈ റേഷൻ കാർഡ് ഇപ്പോൾ എത്ര കളറിലുണ്ടോ? വിബ്ജിയോറിൻ്റെ എല്ലാ കളറിലും റേഷൻ കാർഡുണ്ട്. സാധാരണക്കാർക്ക് എങ്ങനെ അരി കൊടുക്കാതിരിക്കാമെന്നതിനെ കുറിച്ചുള്ള റിസർച്ചിന്റെ ഭാഗമായിട്ടല്ലേ ഈ കാർഡിന്റെ ഈ പല നിറത്തിൽ കാർഡ് ഉണ്ടാക്കി വെച്ചേക്കണത്. ലോകത്തില്ലാത്ത കളറിൽ മുഴുവൻ കാർഡുകൾ. എന്നിട്ട് നാട് നന്നാക്കും അത്രേ. ഇവിടെ സാധാരണക്കാർക്ക് എങ്ങനത്തെ അരിയാണ് കിട്ടണത്? പുഴുത്തരിയും ചീഞ്ഞരിയല്ലേ കിട്ടണത്? എന്ത് റേഷൻ കടയിൽ ജയ അരി കൊടുത്താലെന്നോ കുഴപ്പം? മട്ടരി കൊടുത്താലെന്നോ കുഴപ്പം? എന്താണ് സാധാരണക്കാരൻ ചീഞ്ഞരി തിന്നാൽ മതിയാ? ഈ സർക്കാരിന്റെ സാധനങ്ങളൊക്കെ ചീഞ്ഞതോ? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ പാവപ്പെട്ടവന് കൊടുക്കാൻ വേണ്ടി വല്ല പ്രത്യേകമായിട്ട് ചീഞ്ഞരി ഉണ്ടാക്കണ വല്ല പാടമുണ്ടാ? ചീഞ്ഞരി ഉണ്ടാക്കണ പാടം എന്നാൽ പാവപ്പെട്ടവൻ ഞങ്ങളെന്താണ് വഴിപ്പറ്റവർക്ക് ചീഞ്ഞരി കൊടുത്താൽ മതിയാ? എടോ, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റേഷൻ കടയിൽ അരി കഴിക്കുമോ? പിണറായി വിജയൻ കഴിക്കുമോ റേഷൻ കടയിൽ അരി? വി ഡി സതീശൻ കഴിക്കുമോ റേഷൻ കടയിൽ അരി? അവരൊക്കെ നല്ല മനോഹരമായ ഏറ്റവും ഗുണനിലവാരമുള്ള അരിയാണ് കഴിക്കണത്. ഇവിടെ ഈ സപ്ലൈകോയിൽ കടല വാങ്ങാൻ ചെന്നിട്ടുണ്ടെങ്കിൽ പട്ടി തിന്നൂല ആ കടല, സബ്സിഡി ഇറക്കി കിട്ടണത്. ഇപ്പോൾ സപ്ലൈകോയിൽ പുതിയൊരു പരിഷ്കാരം വന്നേക്കാണ്. 5 കിലോ അരിയിൽ 4 കിലോ അരി മാത്രമേ സബ്സിഡി നിരക്കിൽ കിട്ടുള്ളൂ. ബാക്കി 1 കിലോ അരി നമ്മൾ പൊതുവിപണിയിലെ പൈസ കൊടുത്ത് വാങ്ങണം. അങ്ങനെ എങ്ങനെയൊക്കെ സാധാരണക്കാരന് കൊടുക്കാതിരിക്കാം